വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു വിളിച്ചു പറഞ്ഞ ജീവജലത്തിന്റെ അരുവികൾ ഉപദേശം എവിടെയാണ് പറഞ്ഞത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിരുനാളിന്റെ മഹാദിനത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2: ജീവന്റെ വചനങ്ങൾ ഉള്ളയാൾ എവിടെയായിരുന്നു പത്രോസ് പറഞ്ഞത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കവർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3: അവർ എവിടെ എന്ന് യേശു ചോദിച്ചത് ഏത് സാഹചര്യത്തിൽ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എല്ലാവരും പോയ ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 4: ഞാൻ ലോകത്തിന്റെ ഡാഷ് ആണ്. യേശു യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 5: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ലെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷിക്കാനല്ല. ക്വസ്റ്റ്യൻ നമ്പർ 6: എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7: ആ വർഷത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കയ്യഫാസ്. ക്വസ്റ്റ്യൻ നമ്പർ 8: ആർക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബൽ എന്നവന് പേരിട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമിക്കൊരു പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 9: യേശു പറഞ്ഞു, എന്റെ സാക്ഷ്യം സത്യമാണ്. എന്തിന്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 10: ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 11: കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ ശീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു. തന്നെ എന്ത് ചെയ്തു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വെളിപ്പെടുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 12: ജ്ഞാനത്തെയും ഉന്മത്തത്തെയും ഭോഷത്വത്തെയും
വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അറിവിനെയും. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇസ്രായേൽ ജനം കർത്താവിങ്കലേക്ക് തിരിഞ്ഞു എന്ത് ചെയ്തുകൊണ്ടിരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിലപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 14. കലവറക്കാരൻ മണവാളിനോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീ നല്ല വീഞ്ഞെ സൂക്ഷിച്ചുവല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 15. ജനക്കൂട്ടം ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക എന്ന് ചോദിച്ചത് ഏത് പശ്ചാത്തലത്തിൽ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിരുനാൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ ഡാഷ് ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സംസാരിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 17. മനുഷ്യപുത്രനായതിനാൽ വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 18. ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 19. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന എന്ത് സ്വകാര്യമായി അവതരിപ്പിച്ചു? ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സുവിശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഷ്തോദിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 21. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ ജീവൻ നൽകുന്നവൻ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രൻ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 22. ഗലാത്യ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്നോടുകൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്ലീഹ. ക്വസ്റ്റ്യൻ നമ്പർ 23. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 24. എന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് ഡാഷ് കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാശം. ക്വസ്റ്റ്യൻ നമ്പർ 25. എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറഞ്ഞത് ഏതവസരത്തിലായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
കാനാനിലെ വിവാഹത്തിൽ വീഞ്ഞു തീർന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 26. എന്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിനെന്നോടുകൂടി വരുന്നു? ഇത് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 27. യഹൂദർ അവൻ ആത്മഹത്യ ചെയ്യുമോ എന്ന് സംശയിച്ചത് ഏത് വാക്കിന്റെ സാഹചര്യത്തിൽ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 28. ദൈവം തന്റെ പുത്രനെ എവിടേക്കാണ് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 29. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, ആര് മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 30. യേശു മീനും എങ്ങനെ വിതരണം ചെയ്തു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അതുപോലെ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 31. അപ്പത്തിന്റെ തരം എന്തായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബാർലി അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 32. യേശു തന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എന്ന് പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആളുകൾ അത്ഭുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ അവൻ എഴുന്നേറ്റു ഡാഷ് അടികിലേക്ക് ചെന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 34. എന്ത് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല? ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നദികൾ. ക്വസ്റ്റ്യൻ നമ്പർ 35. യഹൂദർ വധിക്കാൻ ആഗ്രഹിച്ചതിനാൽ യേശു എവിടെയിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടില്ല? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദയ. ക്വസ്റ്റ്യൻ നമ്പർ 36. നിക്കോദെമോസ് മുൻപ് യേശുവിനെ സമീപിച്ചത് എപ്പോഴാണ്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ ഡാഷ് തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 38. യേശു വിരൽ കൊണ്ട് എവിടെ എഴുതുകയായിരുന്നു? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിലത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 39. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല, ആരാണ് പറഞ്ഞത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 40. യേശു കാനായിൽ അത്ഭുതം ചെയ്തതിലൂടെ എന്താരംഭിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അടയാളങ്ങളുടെ തുടക്കം.
ക്വസ്റ്റ്യൻ നമ്പർ 41. യോഹന്നാൻ തന്റെ സാക്ഷ്യം നൽകിയപ്പോൾ ചോദിച്ചവർ ആരുടെ പേരിലാണ് അയക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 42. വയലുകൾ വിളഞ്ഞ് കൊയ്ക്ക് പാകമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിളവെടുപ്പ് ഉദാഹരണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 43. കർത്താവിന്റെ ഉടമ്പടിയുടെ എന്ത് കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു? അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 44. ഫിലിസ്തീർ പുരോഹിതന്മാരെയും ഡാഷ് വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം എന്തു ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജ്യോത്സ്യന്മാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 45. ലോകം രക്ഷ പ്രാപിക്കേണ്ടത് എന്തിലൂടെ? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ വഴിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. പത്രോസ് പറഞ്ഞത് നിത്യജീവന്റെ ഡാഷ് നിന്റെ പക്കലുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വചനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 47. കർത്താവിന്റെ പേടകം എത്ര മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7 മാസം. ക്വസ്റ്റ്യൻ നമ്പർ 48. യേശുവിന്റെ പുനരുദ്ധാന ശേഷം അവന്റെ ശിഷ്യന്മാർ എന്തോർത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവൻ 3 ദിവസത്തെ വാക്ക് പറഞ്ഞിരുന്നതായി. ക്വസ്റ്റ്യൻ നമ്പർ 49. വാക്കുകളുടെ പെരുപ്പ് എന്തിന്റെ പെരുപ്പം തന്നെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിഥ്യയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശു പറഞ്ഞു, എനിക്കുള്ളത് എന്താണെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങൾ അറിയാത്ത ഭക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 51. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരാരുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധനികൻ. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു പരിചാരകരോട് എന്താണ് 2-ാം തവണ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുപോകുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 54. വലിയ ജനക്കൂട്ടം യേശുവിനെ എങ്ങനെ അനുഗമിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ രോഗികളിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 55. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്നത് യേശു പറഞ്ഞത് ഏത് ആത്മീയ സത്യത്തെക്കുറിച്ചാണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മാവിന്റെ പ്രവർത്തനം.
ക്വസ്റ്റ്യൻ നമ്പർ 56. റബ്ബി എന്നത് എന്തർത്ഥമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 57. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 4. ക്വസ്റ്റ്യൻ നമ്പർ 58. ആരുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 59. യഹൂദർ യേശുവിനെ ദ്വേഷിച്ചത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സാബത്തിൽ പ്രവർത്തിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 61. യേശു കടലിന്റെ മറുകരയിലേക്ക് പോയത് ഏത് കടലാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലി കടൽ. ക്വസ്റ്റ്യൻ നമ്പർ 62. യേശുവിന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വസിച്ചില്ല. ക്വസ്റ്റ്യൻ നമ്പർ 63. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് ആശംസിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൃപയും സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 64. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ മനുഷ്യന് വേറൊന്നുമില്ല എന്ന് ആരിൽ നിന്നാണ് ഞാൻ ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവകരങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 65. സഭാപ്രസംഗകൻ എന്ന പദം ഏതർത്ഥം സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉപദേശകൻ. ക്വസ്റ്റ്യൻ നമ്പർ 66. യേശു ആരുടെ നാമത്തിൽ വന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 67. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്ത് നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വന്ധ്യത. ക്വസ്റ്റ്യൻ നമ്പർ 69. യേശു ശിഷ്യരോട് പറഞ്ഞു, മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. ശിഷ്യർ എത്ര കുട്ടകൾ ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 70. കർത്താവിന് എന്ത് അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 71. നവോമി റൂത്തിനോട് പറഞ്ഞു, ആരെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി മകളെ. ക്വസ്റ്റ്യൻ നമ്പർ 72. എന്തിൽ നിന്നാണ് ആത്മാവ് ജനിക്കുന്നതെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 73. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന അവനെ സൂചിപ്പിക്കുന്നത് ആരെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വചനം. ക്വസ്റ്റ്യൻ നമ്പർ 74. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവവചനം ശാശ്വതവും ദൈവികവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. ഫരിസേയർ യേശുവിനെ പീഡിപ്പിക്കാൻ ആരെ അയച്ചു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സേവകരെ. ക്വസ്റ്റ്യൻ നമ്പർ 76. അവൾ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 77. ദൈവത്തിന്റെ ഡാഷ് അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 78. സ്ത്രീ വെള്ളം കോരാൻ പാത്രമില്ല എന്ന് പറഞ്ഞത് എവിടെ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിണറിനരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. സഹോദരരെ, അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രതയുടേതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗലാത്യ 4-ാം അധ്യായം 31-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 80. എത്ര വർഷമായി ആ രോഗിയായിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ 38. ക്വസ്റ്റ്യൻ നമ്പർ 81. യേശു ദേവാലയത്തെ പറ്റി പറഞ്ഞത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എന്റെ പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശുവിനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചവർ ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചിലർ. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവ് പ്രതിയോഗികളെ എന്ത് ചെയ്യുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചിഹ്ന ഭിന്നമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 84. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ ഡാഷ് അതിനെ കാത്തു സൂക്ഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിത്യജീവനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 85. വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുന്നവന് നൽകുന്ന ശിക്ഷ എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശപിക്കപ്പെട്ടവനാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 86. 5 ബാർലിയപ്പവും 2 മീനുമുള്ള കുട്ടിയെ പറ്റി പറഞ്ഞത് ആരാണ്? യോഹന്നാൻ
6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അന്ത്രയോസ്. ക്വസ്റ്റ്യൻ നമ്പർ 87. യഹൂദർ യേശുവിനോട് ചോദിച്ച വാക്ക് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിനക്കിത് ചെയ്യാൻ അധികാരം ആരാണ് നൽകിയതെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 88. അവിടെ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 6. ക്വസ്റ്റ്യൻ നമ്പർ 89. എല്ലാ ഡാഷ് പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെയും. ക്വസ്റ്റ്യൻ നമ്പർ 90. തിരുനാളിൽ യഹൂദർ യേശുവിനെ എന്ത് ചെയ്ത് തിരിഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവനെ അന്വേഷിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 91. കാലാപെറുക്കാൻ ആരുടെ കൂടെ ചേർന്ന് കൊള്ളുവാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാസിമാരോട് കൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ആദിയിൽ ആര് ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 93. വെള്ളം നിറയ്ക്കുവിൻ എന്ന് പരിചാരകരോട് ആരാണ് കൽപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 94. മേലിൽ പാപം ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയവൻ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 95. ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ എത്തിയത് എപ്പോൾ? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവൻ ദേവാലയത്തിലിരുന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 96. എന്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നവൻ ആരു തന്നെയായാലും അവന് ഡാഷ് ലഭിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 97. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ ഡാഷ് നിറയുന്നില്ല. ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സമുദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 98. ഡാഷ് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദായിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 99. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ഡാഷ് അവകാശിയുമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവഹിതമനുസരിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 100. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എവിടെയാണ് അവർ കൊണ്ടുവന്ന് നിർത്തിയത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വീടിന് മുന്നിൽ. നന്ദി. വചനവയൽ ഒരുക്കുന്ന
2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.